ഞങ്ങൾ ഒരു 10-15 ഡോക്ടർമാരെങ്കിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്ക് വാദമാണെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാ ഡോക്ടർമാരും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരേ റിസൾട്ടാണ്, വാദമില്ല. പിന്നെ എന്താണ് എല്ലാവരും വാദം എന്ന് പറയുന്നത്? അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കൺഫ്യൂഷനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാദത്തിന് ഒരുപാട് ടൈപ്പ് ഉണ്ടെങ്കിലും രണ്ടായിട്ട് വേണമെങ്കിൽ ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റത്തെ സെറോ പോസിറ്റീവ്, രണ്ടാമത്തെ സെറോ നെഗറ്റീവ്. ഞാൻ ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഈ സെറോ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് പോസിറ്റീവായി. സെറോ നെഗറ്റീവ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് നെഗറ്റീവായി. പക്ഷേ സെറോ നെഗറ്റീവ് പേഷ്യൻസിന് സെറോ പോസിറ്റീവ് പേഷ്യൻസിനുള്ള എല്ലാ ലക്ഷണങ്ങളും, അതായത് വാദസംബന്ധമായിട്ടുള്ള എല്ലാ സിംറ്റംസും കാണിക്കുന്ന വ്യക്തിയാണ്. ഇതിൽ രണ്ട് കൂട്ടർക്കുള്ള ട്രീറ്റ്മെൻറ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സെറോ പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണ് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ മെഡിസിൻസ് നമുക്ക് ലോങ് ടേമിൽ കഴിക്കേണ്ടതാണ്. ലോങ് ടേമിൽ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാർട്ടിലേജിന് അല്ലെങ്കിൽ ജോയിൻറ്റുകൾക്കൊക്കെ പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ് വരും. ആ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് റിസൾട്ട് വേണമെങ്കിൽ നോർമലാക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഈ വന്ന ചേഞ്ചസ് നമുക്ക് പുറകോട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. സോ സെറോ പോസിറ്റീവ് പേഷ്യൻസ് നമ്മൾ മുടങ്ങാതെ ലൈഫ് ലോങ് മരുന്നുകൾ കഴിക്കേണ്ടവരാണ്. എന്നാൽ സെറോ നെഗറ്റീവിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ കാണിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ മെയിനായിട്ട് മരുന്നുകൾ കഴിക്കേണ്ടി വരുള്ളൂ. ഈ സെറോ നെഗറ്റീവും സെറോ പോസിറ്റീവും ആൾക്കാർക്ക് ഈ സിംറ്റംസ് മാക്സിമം കൂടുന്ന 2-3 സ്റ്റേജുകളുണ്ട്. ഒന്ന്, നമ്മുടെ നാട്ടിലത്തെ കാലാവസ്ഥ വെച്ചിട്ട് ജൂൺ മാസത്തിലും ഡിസംബർ മാസത്തിലും ഇത് കൂടും. തണുപ്പ് കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോൾ പണ്ട് ചൂട് കാലത്ത് അങ്ങനെ ഫീൽ ചെയ്തിരുന്നില്ല, കാരണം നമ്മുടെ നാട്ടിൽ അത്ര ചൂട് വരാറില്ല. പക്ഷെ കഴിഞ്ഞ വർഷത്തിൽ നല്ല ചൂടായിരുന്നു. ആ സമയത്ത് നമ്മുടെ റുമറ്റോയിഡ് പേഷ്യൻസ് എല്ലാവരും ആ സമയത്ത് തിരിച്ചു വന്നു. സാധാരണ അങ്ങനെ വരാറില്ല, പക്ഷേ എക്സ്ട്രീം ചൂടായപ്പോൾ തിരിച്ചു വന്നു. കാരണം അത് അവരുടെ ജോയിൻസിനെയൊക്കെ എഫക്റ്റ് ചെയ്ത് തുടങ്ങി. അവരുടെ ആ കണ്ടീഷൻ ഒന്ന് എക്സാജറേറ്റഡ് ആയിപ്പോയി ആ സമയത്ത്. രണ്ടാമത്തത് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഹോർമോണൽ ചേഞ്ചസ് വരുന്ന സമയങ്ങളിൽ ഒരു 45 ആ റേഞ്ചിലേക്കൊക്കെ എത്തുമ്പോൾ ഒന്ന് ട്രിഗർ ചെയ്യും. പക്ഷേ ആ സമയത്ത് നമ്മൾ മുൻകൂട്ടി കണ്ട് നമ്മൾ മരുന്നുകളൊക്കെ അതിനനുസരിച്ച് പാകത്തിലാക്കുകയാണെങ്കിൽ ഡാമേജ് സംഭവിക്കില്ല. മൂന്നാമത്തത്, അത് നമ്മുടെ കൺട്രോളിലുള്ള സാധനമാണ്, ടെൻഷൻ, സ്ട്രെസ്സ്. ഇത് ഡെഫിനറ്റായിട്ടും വരെ കൂട്ടും. നമുക്ക് അവോയ്ഡബിൾ ആയിട്ടുള്ള സ്ട്രെസ്സും ടെൻഷനൊക്കെ 100% ഒഴിവാക്കാൻ നോക്കുക. ഇതൊന്നും കൊണ്ടുനടന്നിട്ടൊരു കാര്യമില്ല. വെറുതെ നമ്മുടെ അസുഖങ്ങൾ കൂടുക, മറ്റ് അസുഖങ്ങൾ വെറുതെ വരുത്തി വയ്ക്കുക, മരുന്നുകൾ കുറേ കഴിക്കുക. ഇതൊന്നും വേണ്ട. സ്ട്രെസ്സും ടെൻഷനൊക്കെ കാട്ടിക്കളയുക.